ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നലെ ഒരു ഒപ്പന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കിയ എളുപ്പത്തിലുണ്ടാക്കിയ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ അങ്കൽവാടി പോയിട്ട് അമൃതപ്പൊടി മേടിച്ചിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമൃതപ്പൊടിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഒരു പാക്കറ്റ് അമൃതപ്പൊടിയും പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ റെസിപ്പിയുടെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും അമൃതപ്പൊടിയൊക്കെ കിട്ടാറുണ്ടാവുമല്ലോ അല്ലേ? കുട്ടികളുള്ള വീട്ടിലൊക്കെ കിട്ടാറുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ 2-3 പിള്ളേഴ്സുള്ള കാരണം കുറച്ച് അമൃതപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയൊരു നല്ലൊരു കിടിലൻ കിണ്ണത്തപ്പമാണ് കേട്ടോ. അധികം ഒന്നും സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. 3 ശർക്കര എടുത്തിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണം, നമ്മളെ അമൃതപ്പൊടിയിലൊക്കെ അത്യാവശ്യത്തിന് മധുരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്ര വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതാ ചെറുതാക്കി മുറിച്ചിട്ട് അതും എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമൃതപ്പൊടി കൊണ്ട് നമുക്ക് ലഡു ഉണ്ടാക്കാം, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, പിന്നെ അട ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാം അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ഇതാണ് അമൃതപ്പൊടി. അപ്പോൾ നിങ്ങളെ കിട്ടുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്നും ഉണ്ടാക്കാറ് ലഡു ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ്. അങ്ങനെ നമ്മളിതാ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ ഒരു 3/4 ഭാഗം അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ തുള്ളി അതിൽ നമ്മളിതാ തേങ്ങ എടുത്തിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരമുറി തേങ്ങയും പിന്നെ ഒരു അരപ്പാത്രം അമൃതപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ട് ശേഷം നമുക്കിതാ ഒന്ന് കുറച്ച് എടുത്താരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യത്തിന് മധുരം എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, എങ്കിലും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അതേ ഇതിൽ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഏലക്കായ ഉണ്ടെങ്കിൽ ആ ഒരു ഏലക്കായയുടെ പൊടിയോ ഏലക്കായോ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനിയില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഒന്നുകൊണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഈ ഒരു പഴവും പിന്നെ തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ പിസ്ത ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല നട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ ഉള്ളതുള്ളൂ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ഈ അമൃതപ്പൊടിയുടെ കൂട്ടിലേ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും എടുത്തൊക്കെയാണ്. ആദ്യം ഉണ്ടാക്കിയൊക്കെ മക്കൾസ് പെട്ടെന്ന് തിന്ന് തീർത്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും ഒന്നുണ്ടാക്കി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ നമ്മളങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പെട്ടെന്ന് ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തു. നമ്മളുടെ ഈ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഈ ഒരു അമൃതപ്പൊടി കൂട്ട് വെച്ചിട്ട് അങ്ങനെ എന്താ നമ്മളതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവിയിൽ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പറയുന്നതിലൊക്കെ തെറ്റുണ്ടാകും, കാരണം നമുക്ക് ഇങ്ങനത്തെ വീഡിയോ വല്ലാതെ അറിയില്ല കേട്ടോ പറയുന്നതിൽ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഏലക്കടി നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ ഒക്കെ ഇതാ ആവിയിൽ തന്നെ നമ്മുടെ കിണ്ണത്തപ്പം അമൃതപ്പൊടിയുടെ കിണ്ണത്തപ്പം ഇതാ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മക്കൾസിനൊക്കെ ഇഷ്ടമാവും കേട്ടോ. മക്കൾസിനായാലും നമ്മളെ വീട്ടിലെ എല്ലാവർക്കായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയകളൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. സംഭവം കുഴപ്പമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന്
തയ്യാറാക്കി നോക്കും കേട്ടോ. നമ്മളുടെ കിണ്ണത്തപ്പം അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കിയ കിണ്ണത്തപ്പം സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, കാരണം ഞാനതൊന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ നല്ല ചൂടാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. ചൂടാക്കാറിയതിന് ശേഷം ഞാനൊന്ന് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പാത്രത്തിലാക്കുമ്പോൾ അതിലും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആവിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടിയിൽ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടാണ് ശീലമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ കുറച്ചൊക്കെ ഒന്ന് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടുപ്പത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചു. അങ്ങനെ ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതെടുത്ത് വെക്കുന്ന വീഡിയോ എനിക്ക് എടുത്ത് തരാൻ ആരുമില്ലായിട്ടാണ്. സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു മുറിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഈ ഒരു കിണ്ണത്തപ്പം കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. പെട്ടെന്ന് വോയിസ് കൊടുത്ത കാരണം ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ന് കുറച്ച് വൈകി പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കിണ്ണത്തപ്പം പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മക്കൾസൊക്കെ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് കാലിയാക്കി. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് അവരെല്ലാവരും കഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മക്കൾസിനൊക്കെ ഇടക്കിടക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അമൃതപ്പൊടി കിട്ടുകയാണെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടിട്ടോ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുന്നേരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.